ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സൽ PSC എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ 23/11/2019 നടന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഗ്രേഡ് 2 62/2019 എന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യ ഭാഗം മാത്സ് ആണ്. √221² മൈനസ് 220² ഈക്വൽ a² മൈനസ് b² ഫോമിലാണ്. ആൻസർ ഓപ്ഷൻ ബി 21. 1 മൈനസ് 1/2, 1 മൈനസ് 1/3, 1 മൈനസ് 1/4, 1 മൈനസ് 1/5 ഈക്വൽ. അപ്പോൾ ഓപ്ഷൻ ഡി 1/5. ഒരു സംഖ്യയുടെ 20% 30% 12 എങ്കിൽ സംഖ്യ ഏത്? 200. ഓപ്ഷൻ ബി 200. ഒരു വാച്ച് 15% ലാഭത്തിന് വിറ്റു. അത് 600 രൂപയ്ക്ക് വിറ്റിരുന്നെങ്കിൽ 50% ലാഭം കിട്ടുമായിരുന്നു. എങ്കിൽ എന്തു വിലയ്ക്കാണ് വിറ്റത്? ഓപ്ഷൻ എ 460. 10% കൂട്ടുപലിശ നിരക്കിൽ ഏത് തുക നിക്ഷേപിച്ചാൽ 3 വർഷം കൊണ്ട് 13,310 രൂപയാകും? ഓപ്ഷൻ സി 10,000. രഘുവിൻ്റെയും അബുവിൻ്റെയും പ്രായങ്ങൾ തമ്മിലുള്ള അംശബന്ധം 3:5 ആണ്. അവരുടെ പ്രായങ്ങളുടെ തുക 40 ആണ്. 10 വർഷത്തിനു ശേഷം അവരുടെ പ്രായങ്ങളുടെ അംശബന്ധം എത്രയായിരിക്കും? 5:7. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം ക്യാൻസൽഡ് ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8ാമത്തേത്. പ്രകാശനും രമേശനും ചേർന്ന് ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കും. പ്രകാശൻ മാത്രം ആ ജോലി 30 ദിവസം കൊണ്ടാണ് തീർക്കുക. എങ്കിൽ രമേശൻ മാത്രം ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? ഓപ്ഷൻ ഡി 20. ഒരു ക്ലാസ്സിലെ 20 കുട്ടികളുടെ ശരാശരി തൂക്കം 35 കിലോഗ്രാം. അധ്യാപികയെയും കൂടി പരിഗണിച്ചാൽ ശരാശരി തൂക്കം 2 കിലോഗ്രാം കൂടുന്നു. എങ്കിൽ അധ്യാപികയുടെ തൂക്കം എത്ര? ഓപ്ഷൻ ബി 77. 8.5 സെൻറ്റിമീറ്റർ നീളം, 7.5 സെൻറ്റിമീറ്റർ വീതി, 6 സെൻറ്റിമീറ്റർ കനവുമുള്ള ഒരു മരക്കഷ്ണത്തിൽ നിന്നും ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ സമചതുര കട്ടയുടെ വ്യാപ്തം എത്ര? ഓപ്ഷൻ ഡി 216. 3, 5, 6, 7, 9, 9 തുടർന്ന് വരുന്ന അടുത്ത സംഖ്യ ഏത്? ഓപ്ഷൻ സി 12. ഒരാൾ തെക്കോട്ട് 4 കിലോമീറ്റർ നടന്നു. തുടർന്ന് വലത്തോട്ട് 6 കിലോമീറ്റർ നടന്നു. തുടർന്ന് ഇടത്തോട്ട് 4 കിലോമീറ്റർ നടന്നു. അദ്ദേഹം പുറപ്പെട്ട സ്ഥലത്തു നിന്നു എത്ര അകലെയാണിപ്പോൾ? ഓപ്ഷൻ എ 10 കിലോമീറ്റർ. 13ാമത്തെ ചോദ്യം. 4 × 3 = 68, 1 × 3 = 62, 3 × 3 = 66 എങ്കിൽ 4 × 2 = എത്ര ആണ്? ഓപ്ഷൻ ബി 48. ഒരു പ്രത്യേക ഭാഷയിൽ വുമൺ എന്നതിൻ്റെ കോഡ് YPOFP എന്നാണ്. എങ്കിൽ പെൻസിൽ എന്നതിൻ്റെ കോഡ് എന്തായിരിക്കും? ഓപ്ഷൻ എ 15. ഒരു ക്ലോക്കിൽ 12:30 ആകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും? ഓപ്ഷൻ ഡി 165 ഡിഗ്രി. ഒരു ക്ലോക്കും എതിർ ചുമരിലെ കണ്ണാടിയിൽ കാണുന്ന അതിൻ്റെ പ്രതിബിംബവും ഒരേ സമയം ഒരു ദിവസത്തിൽ എത്ര തവണ കാണിക്കും? ഓപ്ഷൻ സി 4. എക്ക് ബിയുടെ 3 ഇരട്ടി പ്രായമുണ്ട്. അവർ തമ്മിലുള്ള പ്രായവ്യത്യാസം 4 വർഷമാണ്. എന്നാൽ എയുടെ പ്രായം എത്ര? ഓപ്ഷൻ എ 6. ഒരു പുരുഷനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സ്ത്രീ പറഞ്ഞു, ഇയാളുടെ അമ്മ എൻ്റെ അമ്മയുടെ
ഒരേ ഒരു മകളാണ്. സ്ത്രീ അയാളുടെ ആരാണ്? ഓപ്ഷൻ ബി അമ്മ. രാജുവിൻ്റെ ജന്മദിനം ഓഗസ്റ്റ് 11 ബാബു രാജുവിനേക്കാൾ 11 ദിവസം ഇളയതാണ്. ഒരു പ്രത്യേക വർഷത്തിൽ സ്വാതന്ത്ര്യദിനം തിങ്കളാഴ്ചയായാൽ ആ വർഷം ബാബുവിൻ്റെ ജന്മദിനം ഏതു ദിവസമായിരിക്കും? ഓപ്ഷൻ സി തിങ്കൾ. എ ഈക്വൽ പ്ലസ് ബി ഈക്വൽ മൈനസ് സി ഈക്വൽ ഇൻറ്റു ഡി ഈക്വൽ ഹരണം എങ്കിൽ 5C 7B 5A 6D 3 എത്ര? ഓപ്ഷൻ ബി 32. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചതാര്? അഡ്മിറൽ വാൻ റീഡ്. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം കീഴരിയൂർ ബോംബാക്രമണം. ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരി അക്ബർ. ഇന്ത്യ ആണവോർജത്തിൻ്റെ പിതാവ് ഹോമി ജെ ഭാഭ. കോണ്ടിനെൻ്റൽ സമ്മേളനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ വിപ്ലവം. ശിലകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശില ആഗ്നേയ ശില. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണ്? ഹാർമാറ്റൻ. GPS എന്ന ഗതി നിർണയ ഉപഗ്രഹ സംവിധാനം കൊണ്ടുവന്ന രാജ്യം USA. ധരാതലീയ ഭൂപടത്തിൽ ഉയരം സൂചിപ്പിക്കുന്ന അടയാളം ഏത്? കോണ്ടൂർ രേഖ. ആഗോള താപനവുമായി ബന്ധപ്പെട്ട വാതകം. ആൻസർ ഇല്ല, അതുകൊണ്ട് ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. കോറമണ്ടൽ തീരം ഇന്ത്യയിൽ ഏത് തീരദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കിഴക്കൻ തീരമേഖല. വിവരാവകാശ നിയമം നിലവിൽ വരാൻ പ്രവർത്തിച്ച സംഘടന കിസാൻ മസ്ദൂർ സംഘടൻ. സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട സേവനാവകാശ നിയമം കേരളത്തിൽ നിലവിൽ വന്നത് നവംബർ 1, 2012. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം സരൺ നെഗി. ദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷണർ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. GST നിലവിൽ വന്നത് എപ്പോൾ? 2017 ജൂലൈ 1. അടുത്ത ചോദ്യം ക്യാൻസൽഡ് ആണ്, ആൻസർ ഇല്ല. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷനു പകരം ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള സംവിധാനം നീതി ആയോഗ്. ദേശീയ വരുമാനം എത്ര മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി 3. സാർസ് രോഗം ശരീരത്തിലെ ഏത് ഭാഗത്തെ ബാധിക്കുന്നതാണ്? ശ്വാസകോശം. എലിയുടെ ശരീരത്തിലെ ക്രോമസോമുകൾ എത്ര എണ്ണം? 42. മണ്ണില്ലാ കൃഷിരീതി അറിയപ്പെടുന്ന നൂതന കൃഷിരീതി ഏതാണ്? ഹൈഡ്രോപോണിക്സ്. പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീര അവയവം കരൾ. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം തമിഴ്നാട്. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലവണം സോഡിയം ക്ലോറൈഡ്. ചാലകശേഷി ഏറ്റവും കുറഞ്ഞ ലോഹം ബിസ്മത്ത്. കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്ന ലോഹം സോഡിയം. ലോകത്തിൽ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ മധുരം സാക്കറിൻ. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് റൂദർഫോർഡ്. താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണ്? പ്രിൻ്റർ. കമ്പ്യൂട്ടറിൻ്റെ തലച്ചോർ എന്നറിയപ്പെടുന്നത് CPU. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ്. താഴെ പറയുന്നവയിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്നറിയപ്പെടുന്നത് ലിനക്സ്. ഇന്ത്യൻ ഭരണഘടനയിൽ പാർലമെൻ്ററി ജനാധിപത്യം എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തു നിന്നാണ്? ബ്രിട്ടൻ. ഭരണഘടനയിലെ മൗലിക ചുമതലകൾ എന്നത് ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിക്കിൾ 51A. ഭരണഘടനയുടെ ആത്മാവും ഹൃദയം എന്ന് 32ാം വകുപ്പിനെ വിശേഷിപ്പിച്ചത് BR അംബേദ്കർ. സ്വത്തവകാശം മൗലിക അവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 44ാം ഭേദഗതി. പ്രത്യേക ഭരണഘടനാ പദവി നിലനിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ്. ICC ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങൾ 2019 നടന്നത് എവിടെ വെച്ച്? ഇംഗ്ലണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ശക്തികാന്ത് ദാസ്. 2018 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നേടിയ രാജ്യം ഫ്രാൻസ്. നിപ്പ വൈറസ് കേരളത്തിൽ ആദ്യമായി കാണപ്പെട്ട ജില്ല കോഴിക്കോട്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായ വ്യക്തി KM മാണി.
യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപം കൂടിയാട്ടം. 2018 വയലാർ അവാർഡ് നേടിയ കൃതി ഉഷ്ണരാശി. ഇറാനി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത ഷൈനി വിൽസൺ. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയൽ. Don't lend Arun any money, I said to Kavya. He never pays his debt. The above sentence can be reported as, I advised Kavya not to lend Arun any money as he never paid his debt. He hardly ever makes a mistake. The appropriate question tag for the above sentence is, does he? Option C. She is as daft as a brush. The underlined idiom means very stupid. The girls as well as their teacher have left. The boys like playing games but hate doing lessons. Option C ആണ് ആൻസർ. You have spelt it wrong. There ought to be another S. We shall have to tow the car to the garage. The above statement in active voice can be changed into passive voice as, the car will have to be towed to the garage. The antonym of diligent is lazy. The good student works hard at her books and enjoys learning. The underlined word is an adverb. Identify the one word substitution for the following concluding part of a literary work. Epilogue. Notwithstanding his hard work, he didn't succeed. The above simple sentence can be converted into a compound sentence as, option C, he worked hard yet didn't succeed. The bill passed by the parliament has to obtain the president's dash assent. Why didn't you say that you were short of money? If I know, I lent you some. Answer: if I had known, I would have lent you some. I buy a new house last year, but I not sell my old house yet. So at the moment I have 2 houses. I bought a new house last year, but I have not sold my old house yet. 85. When the Titanic was crossing the Atlantic, she struck an iceberg. After a brief speech, the minister unveiled the new statue. It is cheaper to go by train than by car. The wedding has been put off until June. If you do not comply with the traffic regulations, you will get into trouble with the police. The boy looked much relieved. താഴെ തന്നിരിക്കുന്നവയിൽ സർവനാമം ആണ് അവൾ. ആഗമസന്ധിക്ക് ഉദാഹരണം ഏതാണ്? തിരുവാതിര. ശരിയായ പദമേത്? ഉത്പതിഷ്ണു. ഓപ്ഷൻ ബി. ഘാതകൻ എന്ന വാക്കിൻ്റെ അർത്ഥമെന്താണ്? ഭക്ഷിക്കുന്നവൻ. ഓപ്ഷൻ ഡി. കുഞ്ഞുണ്ണി ഏത് നോവലിലെ കഥാപാത്രമാണ്? ഓപ്ഷൻ എ ഗുരു സാഗരം. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ഡി കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. തൃക്കോട്ടൂർ പെരുമ ആരുടെ കൃതിയാണ്? ഓപ്ഷൻ സി UA ഖാദർ.
ബിരിയാണി എന്ന ചെറുകഥ രചിച്ചതാരാണ്? ഓപ്ഷൻ ഡി സന്തോഷ് എച്ചിക്കാനം. ഞാൻ സഹായിക്കും എന്ന വാക്യത്തിൻ്റെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം ഏതാണ്? ഐ വിൽ അസിസ്റ്റ്. ഓപ്ഷൻ സി. ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക് എന്നതിനനുയോജ്യമായത് ഏതാണ്? നഷ്ടപ്പെട്ടതോർത്ത് വിലപിക്കുക. ഇന്നത്തെ ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും നന്ദി.